ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു K2 അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗ്രീവൻസ് റീഅഡ്രസൽ ടിക്കറ്റിനെ കുറിച്ചാണ്. എന്താണ് ഗ്രീവൻസ്, എങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ബേസിക്കലി നമുക്ക് എക്സാംസ്, കോളേജ് ട്രാൻസ്ഫർ, ലോഗിൻ ഇഷ്യൂസ്, പേയ്മെൻറ്റ് ഇഷ്യൂസ്, റീവാലുവേഷൻ, റീഫണ്ട്, ആക്ടിവിറ്റി പോയിൻറ്റ്സ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ മെയിൽ അയക്കാറുണ്ട്. ഇതിനെല്ലാം റെസ്പോൺസ് കിട്ടണമെന്നുമില്ല. അതിനാണ് ഗ്രീവൻസ് റീഅഡ്രസൽ ടിക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്വറി ടിക്കറ്റായിട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അത് അലേർട്ട് ആവുകയും പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് തരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. നിലവിൽ സുരക്ഷാ സ്കീമിൽ പേയ്മെൻറ്റ് പ്രോബ്ലംസ് നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത ശേഷം തേർഡ് ലാസ്റ്റ് ബോക്സായ ഗ്രീവൻസ് റീഅഡ്രസൽ ടിക്കറ്റ്സ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് ടോപ്പ് കോർണറിൽ ആഡ് ഗ്രീവൻസ് ടിക്കറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ടിക്കറ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെയായിട്ട് നമുക്ക് 4 ഇൻഫർമേഷൻ കാണാൻ പറ്റും. ഇവിടെ ടിക്കറ്റ് ടൈപ്പായിട്ട് നമുക്ക് ഇഷ്യൂ, ഡാറ്റ കറക്ഷൻ, റിക്വസ്റ്റ്, ക്വറി ആണ് ഉള്ളത്. നിങ്ങളുടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്യൂ സെലക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഓർ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ക്വറി കൊടുക്കേണ്ടതാണ്. കാറ്റഗറിയിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് കാണും. നിങ്ങളുടെ പ്രോബ്ലം റിലേറ്റ് ചെയ്ത ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇതിൽ 69 ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പ്രോബ്ലം അനുസരിച്ചിട്ട് മെയിൻ പ്രോബ്ലം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ സബ്ജക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ആ ഡീറ്റെയിൽസ് വിവരിക്കുക. നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് അയക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. തൊട്ട് സൈഡിൽ അതിൻ്റെ ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ കഴിയുന്നതുമാണ്. കാറ്റഗറിയിൽ കാണുന്ന പ്രോബ്ലംസ് ഇവയൊക്കെയാണ്. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ലെഫ്റ്റ് കോർണറിൽ മൈ ടിക്കറ്റ്സ് എടുത്ത ശേഷം ടിക്കറ്റ് നമ്പർ, ടിക്കറ്റ് സ്റ്റേറ്റസ്, സബ്ജക്റ്റ് കാണാൻ കഴിയാവുന്നതാണ്. വ്യൂ ടിക്കറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ കാണാൻ കഴിയും. യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് റിപ്ലൈ വരുമ്പോൾ ന്യൂ എന്ന് പറഞ്ഞൊരു ബ്ലിങ്കിങ് സിഗ്നൽ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ടിക്കറ്റ് റിസോൾവ് ആയ ശേഷം ഇങ്ങനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇഷ്യൂ സോൾവ് ആയി കഴിയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് 3 സൊല്യൂഷൻ കിട്ടാത്ത ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കിട്ടുന്നത് വരെ അവർക്ക് പുതിയൊരു ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. ട്രൈ അഗെയിൻ എന്ന എറർ മെസ്സേജും കാണിക്കും. ഇതൊക്കെയാണ് ഗ്രീവൻസ് റീഅഡ്രസൽ ടിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വഴി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയാവുന്നതാണ്. ഫോർ മോർ ഇൻഫർമേഷൻ സബ്സ്ക്രൈബ് ടു K2 അപ്ഡേറ്റ്സ്.